2000 ദിർഹംസ് ശമ്പളത്തിന് ഞാൻ സോനാപൂരാണ് വർക്ക് ചെയ്തത്. ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ഒരു വാർത്ത കേട്ടത്, ഇങ്ങനെ ഇവൾ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞാൻ ആ സമയത്ത് ഫുജേറയിലായിരുന്നു. ഫുജേറ സിറ്റി സെൻറ്ററിൽ ഞാൻ ഒരു കമ്പനിയുടെ മർച്ചൻഡൈസറായിരുന്നു അവിടെ കാലിഫോർണിയകത്ത്. അപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ആ ഒരു വാർത്ത കേട്ടപ്പം ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം സ്വന്തം ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് കേൾക്കുമ്പോൾ ഒരു യുവാവിൻ്റെ ഒരു വിഷമമുണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അനുഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മല്ലു ട്രാവലറിൻ്റെ ഒരു വീഡിയോ ഇന്നലെ കണ്ടു. ആ വീഡിയോ കണ്ടിട്ട് ഭയങ്കര ഷോക്കിംഗ് ആയി. മല്ലു ട്രാവലറിൻ്റെ ഭാര്യ കൊടുത്തൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയിൽ പേര് മല്ലു ട്രാവലറിനെതിരെ 2 വർഷം ഒരു പോക്സോ കേസൊക്കെ വന്നിരുന്നു. ചാനൽ മുഴുവനും മല്ലു ട്രാവലർ വളരെ മോശക്കാരനാണ്, സ്വന്തം ഭാര്യ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് വാർത്തകളും കണ്ടു. നമ്മളെന്തായാലും അന്ന് ആ വാർത്ത കൊടുത്തിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന്, അതിൻ്റെ കേസിൽ വിധി വന്നതിന് ശേഷം അതിൻ്റെ യാഥാർത്ഥ്യം തുറന്നു പറയുകയാണ് ഷാക്കിബ് എന്ന പേരുള്ള മല്ലു ട്രാവലർ. നേരത്തെ ഒരു സൗദി യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമണം നടത്തിയത് പറഞ്ഞ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിന് ശേഷമാണ് ആദ്യ ഭാര്യ ഇത്തരമൊരു കേസ് കൊടുത്തത്. ഇത് രണ്ടും വന്നതോടുകൂടി ഒരുപാട് സോഷ്യൽ ഡാമേജാണ് മല്ലു ട്രാവലർ ഉണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഈ മല്ലു ട്രാവലർ എന്ന ഷാക്കിബ് പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ എന്ന് ഒളിച്ചോടി. ആ ഒളിച്ചോടിനെ തുടർന്നാണ് ഇങ്ങനെ കേസൊക്കെ വന്നത്. ഒളിച്ചോടി കഴിഞ്ഞിട്ട് 11 വർഷം കഴിഞ്ഞാണ് ഈ കേസ് വരുന്നത്. അപ്പം അതിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അങ്ങനെ ഒളിച്ചോടാനുള്ള റീസൺ എന്താണ്, ഒരാളുടെ ഭാര്യ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അയാൾ അനുഭവിക്കുന്ന ഒരു വേദന എന്താണ്, ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഞാനത് കേട്ടിട്ട് യഥാർത്ഥത്തിൽ മല്ലു ട്രാവലിൻ്റെ ലൈഫ് ഇതാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വല്ലാത്തൊരു സഹതാപം. നമ്മൾ ഈ പല വാർത്തകളൊക്കെ ചാനലുകൾ കാണുമ്പോൾ അയാൾ ഇത് ചെയ്തു, ഇയാൾ ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞ് പല പരാതികൾ കാണുമ്പോൾ നമ്മളൊരു പക്ഷേ ഏകപക്ഷീയമായിട്ട് ആളെ കുറ്റപ്പെടുത്തും. അതിനൊരു മറുഭാഗം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഇതുപോലെയുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണ് അതിനൊരു മറുഭാഗമുണ്ടെന്നും അവരൊരു പക്ഷേ നിരപരാധികളായേക്കാമെന്നൊരു ബോധ്യം കൂടി നമുക്കുണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എങ്ങനെ എൻ്റെ ഭാര്യ ഞാൻ അത്രയും പൊന്നുപോലെ നോക്കിയതാണ്, അവരൊക്കെ അതായത് വിവാഹത്തിൻ്റെ പ്രായമായിട്ട് തന്നെയാണ് കല്യാണം കഴിഞ്ഞത്, പക്ഷേ ഇല്ലാത്ത ഇതുണ്ടാക്കിയിട്ടാണ്, കള്ളക്കേസാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്നെ കോടതി രക്ഷിച്ചു, എന്നതിൽ നിന്ന് കുറ്റവിമുക്തനാക്കി. ഇതൊന്നും ഒരു മാധ്യമങ്ങളും ചർച്ച ആവില്ല. നേരത്തെ മല്ലു ട്രാവലറിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതികളും പോക്സോ കേസുകളൊക്കെ വളരെ വലിയൊരു വാർത്തയായ ചാനലുകാർ ഇപ്പോൾ ഇതൊന്നും മിണ്ടുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് തുറന്ന് നമ്മളും കൂടി പങ്കുവെക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം ഞാൻ പങ്കുവെക്കുന്നത്. 2012 ഞാൻ കല്യാണം കഴിക്കുന്നത്. നിങ്ങൾ വീഡിയോയിലൊക്കെ കേട്ടതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ കേട്ടതുപോലെ ഞാൻ ആരെയും തട്ടിക്കൊണ്ട് പോയതല്ല. 2 വീട്ടുകാരും ഒരുമിച്ചിരുന്നുകൊണ്ട് നിക്കാഹ് നടത്തിയിട്ടാണ് കല്യാണം കഴിച്ചത്. അവരുടെ കുടുംബത്തിൽ ഒരു ഉപ്പയുണ്ടായിരുന്നു, കുടുംബക്കാരുണ്ടായിരുന്നു, പള്ളിക്കാരുണ്ടായിരുന്നു, പള്ളിയുടെ ബുക്കൊക്കെ കൊണ്ടുവന്നു. ഇവിടെ എൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരുടെ ഇടയിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു ചടങ്ങായിട്ട് തന്നെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നിക്കാഹ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഞാൻ സ്വന്തമായിട്ട് വീട് പോലത്തെ വ്യക്തിയായിരുന്നു ആ സമയത്ത്. എൻ്റെ വീട് പണിയാൻ വേണ്ടിയിട്ട് എൻ്റെ തറവാട് പൊളിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. പൈസ ഒന്നുമില്ല, സാമ്പത്തികപരമായി ഞങ്ങൾ പക്ക സീറോ ആയിരുന്നു. പക്ഷേ ഓപ്പോസിറ്റ് എൻ്റെ ആദ്യ ഭാര്യയുടെ കുടുംബസ്ഥിതി എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ അവർ സെറ്റിൽ ആയിരുന്നു. അപ്പം അഫ്കോഴ്സ് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു നിലയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു താഴെ ലെവലിലേക്ക് വരുക എന്നുള്ളത് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട്, എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ട് പോകേണ്ടത്. കാരണം ഫൈനാൻഷ്യലി ഞാൻ അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല. പക്ഷേ എന്നിട്ടും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവരെ നോക്കിയിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നിട്ടില്ല. ഞാൻ ഇരിട്ടി മാർക്കറ്റിൽ മീൻവണ്ടിയിൽ ഡ്രൈവറായിരുന്നു. തലശ്ശേരിയിൽ നിന്നും വടകര അടുത്ത് ചോമ്പാലിൽ നിന്നൊക്കെ മത്സ്യം എടുത്തിട്ട് രാവിലെ കുറച്ചൊക്കെ പോയി മത്സ്യം എടുത്തുകൊണ്ട് ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവർ ജോലി തന്നെ എടുത്തത്. അതിനിടയിൽ നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സ്, മാരുതി സുസുക്കിയുടെ ഇൻഡസ് മോട്ടോഴ്സിൽ ഞാൻ അവരുടെ യാർഡിലേക്ക് വണ്ടികൾ കൊണ്ടുപോകുന്ന ഡ്രൈവറായിരുന്നു. നിങ്ങൾ ഈ യാർഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും, അവർക്കൊക്കെ എന്നെ അറിയാം. കാരണം ഞാൻ അവിടെ ഒരു ദിവസം 300-400 രൂപ ഒരു ദിവസം വരുമാനമുള്ള ഒരു ജോലിയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ നോക്കിയത്. ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് നോക്കിയത്. അപ്പം അങ്ങനെയാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. ദുബായിലേക്ക് പോയി ഞാൻ അവിടെ ജോലി കയറി. അവിടെ ഞാനൊരു മർച്ചൻഡൈസറായിട്ട് ജോലി കയറി. 2000 ദിർഹംസ് ശമ്പളത്തിന് ഞാൻ സോനാപൂരാണ് വർക്ക് ചെയ്തത്. ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ഒരു വാർത്ത കേട്ടത്, ഇങ്ങനെ ഇവൾ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞാൻ ആ സമയത്ത് ഫുജേറയിലായിരുന്നു. ഫുജേറ സിറ്റി സെൻറ്ററിൽ ഞാൻ ഒരു കമ്പനിയുടെ മർച്ചൻഡൈസറായിരുന്നു അവിടെ കാലിഫോർണിയകത്ത്. അപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ആ ഒരു വാർത്ത കേട്ടപ്പം ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം സ്വന്തം ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് കേൾക്കുമ്പോൾ ഒരു യുവാവിൻ്റെ ഒരു വിഷമമുണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അനുഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ എൻ്റെ റൂമിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്ററും 2 മണി 3 മണി സമയത്ത് ഞാൻ നടന്ന് മനസ്സിൽ എത്ര വിഷമങ്ങളുണ്ട്, ഞാൻ നടന്നിട്ട് എൻ്റെ റൂമിൽ പോയി ഞാൻ ഷവർ തുറന്ന് ആ ഒരു അത്രയും ചൂടുള്ള വെള്ളം എന്നിട്ട് ഞാൻ ഷവർ തുറന്ന് അവിടെ നിന്നിട്ട് ഞാൻ നിന്ന് കരഞ്ഞു. കാരണം റൂമിൽ ആൾക്കാരുണ്ട്, അവർക്കൊന്നും എൻ്റെ അവസ്ഥ അറിയില്ല. നിന്ന് കരഞ്ഞു. അവിടെ നിന്ന് അങ്ങനെ എല്ലാവരും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തു. യുഎയിൽ ജീവിക്കുന്നവർക്കറിയാം ഫുജേറയിൽ നിന്ന് ദുബൈയിലൊക്കെ വരാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ അങ്ങനെ വണ്ടിയിലൊക്കെ കൈയാണിച്ചു. അങ്ങനെ ഞാൻ നേരെ ദുബായ് ഓഫീസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ലീവ് വേണം. അപ്പോൾ അവർ പറഞ്ഞു, എന്താ ലീവ്? തരില്ല ലീവ്. മർച്ചൻഡൈസറെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കുറച്ച് മെഷീൻസ് ആയിട്ടാണ് കാണുന്നത്. മനുഷ്യന്മാരായിട്ട് പലരും കാണുന്നില്ല. ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവർക്ക് നല്ലതും ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവരൊക്കെ അവർ മാക്സിമം അവരെ ഉപദ്രവിക്കണം. ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പം കുറേ മാറിയത്. അപ്പം അവർ ലീവ് തരുന്നില്ല. ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയി. അപ്പോൾ എൻ്റെ അവസ്ഥയാണ് ആ ഒരു മൊമെന്റിലൂടെ പാസ് ചെയ്യുന്നത് മനസ്സിലാക്കണം. അങ്ങനെയാണ് ലീവൊക്കെ എടുത്ത് നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത്, ആദ്യ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അവൾ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ എനിക്ക് ഫോൺ ചെയ്യും. പക്ഷേ ഞാനല്ല സംസാരിക്കുന്നത്.
അവളെ കുടുംബത്തിൽ തന്നെ ഒരു അഷി എന്ന് പറഞ്ഞ യുവാവുണ്ട്. അവളെ കുടുംബക്കാരനാണ്. അപ്പോഴാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ വന്നത്. ഈ അഷിയുമായിട്ട് അവൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും അഷിയോട് അവൾ പറഞ്ഞത് ഞാൻ അവളെ നോക്കുന്നില്ല, ഞാൻ അവളെ ഉപദ്രവിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ കറക്കി കുത്തി അങ്ങനെ അവൻ എന്നോട് റിവെഞ്ച് തീർക്കാവുന്ന പോലെ അവൻ അവളെയും കൊണ്ട് ഒളിച്ചോടി. അവൻ അന്ന് അയച്ച വാട്സ്ആപ്പ് മെസ്സേജുകൾ കംപ്ലീറ്റ് എൻ്റെ മൊബൈലുണ്ട്, അവൻ്റെ നമ്പർ അടക്കം. അതുകൊണ്ട് ഒരിക്കലും അഷി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വിഷയത്തിൽ അത് റിജക്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ എവിഡൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. അവൻ എന്നെ വെല്ലുവിളിക്കായിരുന്നു, നിന്റെ ഭാര്യ ഞാൻ തട്ടിക്കൊണ്ട് പോയടാ, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക നീ ചെയ്യും. ഞാൻ പറഞ്ഞു മോനെ നീ തെറ്റിദ്ധരിച്ചിട്ടാണ്, പ്ലീസ് എനിക്ക് കൊണ്ടുത്താൻ, എനിക്കൊരു മോനുണ്ട്. ഞാൻ അവൻ്റെ കൈയും കാലം പിടിച്ച് പറഞ്ഞു, പക്ഷെ അവൻ കേട്ടില്ല. അന്ന് ഞാൻ ഇവളെ വിളിച്ച് സംസാരിച്ചു. ഈ ആദ്യം വരെ ഞാൻ വിളിച്ച് സംസാരിച്ചു. ഞാൻ അവളോട് ചോദിച്ചു എന്താണ് പറ്റിയത്. അവൾ പറയാം അല്ല ഞാൻ വീട്ടിലുണ്ടാവുമ്പോൾ അവൻ വരാറുണ്ട്, ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ എല്ലാവിധ റിലേഷൻഷിപ്പും ഞങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനിയും നിങ്ങളെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്കത് വിഷയമില്ല, നീ തിരിച്ചോ, നീ അവൻ്റെ കൂടെ എന്ത് ചെയ്തെങ്കിൽ എനിക്ക് വിഷയമില്ല, നീ തിരിച്ചോ. അവൾ വരുന്നില്ല, അവളുടെ കുറ്റബോധം കൊണ്ട് അവൾക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ വരുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് എൻ്റെ മോനെ വേണം, എൻ്റെ മോനെ എനിക്ക് വേണം. കാരണം എൻ്റെ മോനെ എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെടുന്ന എൻ്റെ മോനാണ്, അവനെ എനിക്ക് തരില്ല. പിന്നെ ഈ അഷി എന്ന് പറയുന്ന പയ്യനാണെങ്കിൽ അവൻ പറഞ്ഞു എനിക്ക് നിൻ്റെ മോനൊന്നും വേണ്ട, അവനെ നോക്കാൻ എനിക്ക് പറ്റില്ല, അവൾക്ക് ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്തില്ല. ഇതായിരുന്നു അവൻ്റെ ഒരു സംസാരം. അന്ന് രാത്രി ഞാൻ എൻ്റെ ആദ്യ ഭാര്യയോട് സംസാരിച്ച് ഒരു 15-20 മിനിറ്റോളം ലെങ്ത്തിൽ കോൾ റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും എൻ്റെ മോന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചോദിക്കും അവന് കാണിക്കാൻ വേണ്ടി ഞാൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ അവൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൾ എന്തിനാണ് ഒളിച്ചോടിയെന്നും ആരുടെ കൂടിയാണ് ഒളിച്ചോടിയെന്നും എന്തായിരുന്നു അവളുടെ ഇൻറ്റൻഷൻ ഉള്ളത്. അവൾ ഒളിച്ചോടി പോയി. അപ്പോൾ എന്തുമാത്രം ദുരിതം ഈ മനുഷ്യൻ അനുഭവിച്ചിട്ടുണ്ടാവും. ഇങ്ങനൊരു കേസ് വരുമ്പോൾ സാധാരണ ഇദ്ദേഹം പറയുന്നുണ്ട് കുട്ടികളുടെ മുന്നിൽ പോലും വരാൻ പറ്റാതായി, കുട്ടികളുടെ മുന്നിലും ഒരു പോക്സോ പ്രതി, ഒരുപാട് വ്യാജ പോക്സോ കേസുകൾ വരുന്നൊരു കാലമാണ്. ചെറിയ കാരണങ്ങൾ മാതാപിതാക്കൾ തമ്മിലുള്ള വൈര്യങ്ങൾ ഉണ്ടായാൽ, ഇഷ്ടപ്പെടുന്ന സൗഹൃദം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പിന്നെ വരുന്നൊരു പരിഹാരം പോക്സോ കേസാണ്. ആ പോക്സോ കേസിൽ പലതും ജെനുവിൻ അല്ലാന്ന് കൂടിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഏതായാലും മല്ലു ട്രാവലർ എന്ന ഈ ഷാക്കിബിനോട് വ്യക്തിപരമായിട്ട് യോജിപ്പോ വിയോജിപ്പൊക്കെ ഉള്ള ആളുകളുണ്ടാവും. അദ്ദേഹം നടത്തുന്ന പല വർത്തമാനങ്ങൾ പലതിനോടും എതിരാണ്, അല്ലെങ്കിൽ പലതിനും അനുകൂലമാണ്. അതിലൊക്കെ നമുക്ക് യോജിക്കുക ചെയ്യാം. പക്ഷേ ആ മനുഷ്യൻ ഇതിൻ്റെ പേരിൽ അനുഭവിച്ച ട്രോമ അത് വളരെ വലുതാണ്. ഇത്തരം കേസുകൾ വരുമ്പോൾ മറുഭാഗവും കൂടി നോക്കാതെ പറയരുത് എന്നുള്ളതാണ്. പക്ഷേ പല ചാനലുകാരും അത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ മകൻ്റെ കാര്യം വന്നപ്പം എൻ്റെ വീട്ടുകാരും എല്ലാവരും എൻ്റെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവളും ഈ മകനെയും കൂട്ടി അവളുടെ അഷി എന്ന് പറഞ്ഞ സുഹൃത്ത് വന്നിട്ടില്ല, ബോയ് ഫ്രണ്ട് വന്നിട്ടില്ല, വേറെ ആളുടെ കൂടെ വന്നു. ഇരിട്ടി പള്ളിയിലൊക്കെ വന്നു. പള്ളി കമ്മിറ്റിക്കാരുടെയും അതുപോലെ ഉസ്താദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞാൻ അവർക്ക് ഒഫീഷ്യലി തലാക്ക് കൊടുത്തു. തലാക്ക് കൊടുക്കുന്ന സമയത്ത് അതിന് മുന്നേ മകനെ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ മട്ടന്നൂർ ഒരു അഡ്വക്കേറ്റ് മുഖേന ഞാൻ തോന്നുന്നത് ഒരു 500 രൂപയുടെ മുദ്രപത്രത്തിൽ അഗ്രിമെന്റ് എഴുതി. അഗ്രിമെന്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് ഇട്ടു. ആ അഗ്രിമെന്റിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവൾ വേറെ ആളുടെ കൂടെ ഒളിച്ചോടി പോയതാണെന്നും മകനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അവൾ എനിക്ക് മകനെ തന്നതാണെന്നും മകന്റെ സംരക്ഷണ അവകാശം എനിക്കാണെന്നും എന്നൊക്കെ അഗ്രിമെന്റ് ഉണ്ടായിരുന്നു. പോരാത്തതിന് അവൾ കുറച്ച് പൈസ ആവശ്യപ്പെട്ടു. എൻ്റെ മകനെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പൈസ കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ അവർക്ക് പൈസ കൊടുത്തു. അവർക്ക് പോകാനൊക്കെ പൈസ വേണമല്ലോ, ഒളിച്ചോടി പോകുന്നല്ലേ, ആ പൈസയും ഞാൻ തന്നെ കൊടുക്കണം. അതും ഞാൻ കൊടുത്തു. ഞാൻ എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി കൊടുത്തു, കിട്ടിയവർക്ക് കൊടുത്തിട്ട് ആ പൈസ കൊണ്ടാണ് ഞാൻ ഈ മകന് വേണ്ടി ഇവർക്ക് പൈസ കൊടുത്തത്. അവർ ആ പൈസ വാങ്ങി അഗ്രിമെന്റ് സൈൻ ചെയ്ത് അവർ വഴിക്ക് പോയി. അതിനിടയിൽ വേറെ കാര്യം നടന്നിരുന്നു. ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഞാൻ പോലും അറിയാതെ അവൾ ഡൈവോഴ്സ് വാങ്ങി. നമ്മുടെ നാട്ടിലത്തെ നിയമം ഉപയോഗിച്ചിട്ട് അവൾ ആദ്യം ചെയ്ത് അവൾ തലശ്ശേരി സ്റ്റേഷനിൽ പോയി എനിക്കെതിരെ കേസ് കൊടുത്തു. ഇതല്ല കേട്ടോ, അവൾ എനിക്കെതിരെ മുന്നേ കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അവൾ 2014-15 അവൾ എനിക്കെതിരെ കേസ് കൊടുത്തു. ആ കേസിൽ അവൾ പറഞ്ഞത് ഞാൻ അവളെ പീഡിപ്പിക്കുന്നുണ്ട്, ശാരീരികപരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, മാനസികപരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, അവൾക്ക് എൻ്റെ കൂടെ യോജിച്ച് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ കേസ് കൊടുത്തു. ആ കേസിൻ്റെ പുറത്ത് അവൾ കോടതിയിൽ പോയിട്ട് ഞാൻ പോലും അറിയാതെ അവൾ ഡൈവോഴ്സ് ഇട്ട് വാങ്ങി. അതെങ്ങനെയാണ് കിട്ടിയത് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലൊരു വക്കീൽ നോട്ടീസ് വന്നിട്ടില്ല, കത്തോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ നാട്ടിലേ ഇല്ല. ഞാൻ നാട്ടിലില്ലാത്ത തക്ക നോക്കിയിട്ട് ആ ഒരു അവസരം ഉപയോഗിച്ചിട്ട് അവൾ പോയിട്ട് ഡൈവോഴ്സ് വാങ്ങി. ആ ഡൈവോഴ്സ് വാങ്ങിയതിന് ശേഷമാണ് അവൾ ആ പയ്യൻ്റെ കൂടെ പോയത്. നിങ്ങൾ മനസ്സിലാക്കണം എത്ര വെൽ പ്ലാൻഡ് ആയിട്ട് അവർ പോയെന്നുള്ളത്. പക്ഷെ എന്നിട്ടും ആ റിലേഷൻഷിപ്പ് നിലനിന്നിട്ടില്ല. ഈ പറഞ്ഞ അഷി എന്ന് പറഞ്ഞ അവൻ്റെ ഉമ്മ എന്നെ വിളിച്ചിരുന്നു. ആ ഉമ്മ എന്നെ വിളിച്ച് കരച്ചിലായിരുന്നു, മോനെ നീ അവളെ കൊണ്ടുപോകും, എനിക്ക് അവളെ വേണ്ട, അവളെ നീ തന്നെ തിരിച്ചുകൊണ്ട് പോയിക്കോ, എൻ്റെ മോൻ്റെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ ആ ഉമ്മ എന്നെ വിളിച്ചെന്ന് കരഞ്ഞിട്ടുണ്ട്. ആ ഉമ്മ എന്നോട് സംസാരിക്കാൻ നിങ്ങൾ കേട്ടതൊക്കെ മനസ്സിലാവും. ആ ഉമ്മക്ക് അത്ര വിഷമമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ലൈഫ് പോയി, നിങ്ങൾ മകൻ എൻ്റെ ലൈഫ് പോക്കി. സംഭവിച്ചെന്ന് വെച്ചാൽ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒരു സ്ത്രീ വിചാരിച്ച് നമുക്ക് ആരും കൺവിൻസ് ചെയ്യാൻ പറ്റും. അവനെ കൺവിൻസ് ചെയ്തിട്ട് അവനെയും കൂടെ ഇട്ടു. അങ്ങനെ ആ ഉമ്മ അവർ അക്സെപ്റ്റ് ചെയ്തില്ല, അവർ വീട്ടുകാരൻ അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെ അവരെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷക്കീബ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ആ ഷക്കീബിൻ്റെ കൂടെ ഇവള് ചേഞ്ച് ചെയ്തു, ഇവരെ ഒഴിവാക്കി. കാരണം അവൻ്റെ വീട്ടുകാർ എതിർത്തുകൊണ്ട് തന്നെ അവൻ ഒഴിവാക്കി ഷക്കീബിൻ്റെ ഒപ്പം മാറി. ഒരു 1 ഇയറോളം അവർ ഷക്കീബിൻ്റെ കൂടെയായിരുന്നു. ഞാൻ ആ സമയത്ത് തിരിച്ച് യുഎയിലോട്ട് പോന്നു. തിരിച്ച് ദുബായി പോയിട്ട് ഞാൻ കമ്പനി പറഞ്ഞ് എനിക്ക് വേറെ ലൊക്കേഷൻ തരണം. ഞാൻ വേറെ ലൊക്കേഷനിലേക്ക് ഞാൻ മാറി. അവിടെ ഞാൻ കല്യാണം കഴിച്ചിരുന്നു, ഡിവോഴ്സ് ആയിരുന്നു, എനിക്കൊരു മകനുണ്ടെന്ന് പോലും അറിയിക്കാതെ, ഒരാൾ അറിയിക്കാതെ ഞാൻ വർക്ക് ചെയ്തു. എല്ലാവരും ഞാൻ സിംഗിൾ ആണെന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്തു. കാരണം എന്താ അറിയാം, നാട്ടുകാർ മുഴുവൻ കളിയാക്കി തുടങ്ങി. ഭാര്യ ഒളിച്ചോടി പോകാനാണെങ്കിൽ എന്താ പറയുക, ഒന്നുകിൽ അവന് സാമ്പത്തികപരമായിട്ട് ഇല്ലാത്തതുകൊണ്ട്, അവൻ നോക്കാത്തതുകൊണ്ട്, അതല്ലെങ്കിലോ അവന് സെക്ഷുവലി അവൻ അതിനുള്ള എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയാണ് ആൾക്കാർ പറയുക. ഞാൻ മാക്സിമം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ മീൻ വണ്ടിയിൽ ഡ്രൈവർ ജോലി ചെയ്തിട്ടുണ്ട്, പല ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അവളെ നോക്കിയത്. എന്നിട്ടും അവൾ പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യണം? സോ അങ്ങനെ ഷക്കീബുമായിട്ട് അവൾ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ ഉണ്ടായി. ആ പയ്യൻ പ്രത്യേക ജോലി ഒന്നുമില്ലായിരുന്നു. അവൾക്ക് മൈലാഞ്ചി കിട്ടാൻ അറിയായിരുന്നു, മെഹന്തി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ മൈലാഞ്ചി കിട്ട് അവർ ജീവിതം പോകുന്നതിനിടയിലാണ് അവളുടെ 4ാമത്തെ ഹസ്ബൻഡ്, റെക്കോർഡിക്കലി സെക്കൻഡ് ആണ്, കാരണം ഷക്കീബിനും മറ്റേ പയ്യനും നമ്മൾ കല്യാണം കഴിച്ചില്ല, ലിവിംഗ് ടൂർ ആയിരുന്നു. 4ാമത്തെ ഹസ്ബൻഡ് കബീർ ഷാ, കൊല്ലംകാരനാണ്, കൊല്ലം അഞ്ചൽ സ്വദേശിയാണ്. അഞ്ചൽ സ്വദേശി കബീർ ഷാ എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവൾ കല്യാണം കഴിക്കുന്നത്. അവനെ നിക്കാഹ് ചെയ്തു. അവർ 2018 ഒക്ടോബറിൽ അവരങ്ങനെ ഒഫീഷ്യലി നിക്കാഹ് ചെയ്തു.
നിക്കാഹ് ചെയ്തു. ഈ ഒരു വ്യക്തി വന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എങ്ങനെ മാറ്റങ്ങൾ എന്നറിയോ? 2018 കാലഘട്ടത്തിൽ അപ്പോഴും ഞാൻ സീറോ ആയിരുന്നു, എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. 2019 ശേഷമാണ് മല്ലു ട്രാവലർ ആയത് അല്ലേ. ഞാൻ സാമ്പത്തികപരമായി വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമാണ് 2018. 2018 അവസാന ഘട്ടത്തിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ കല്യാണം കഴിച്ചു, ബൽക്കിനെ കല്യാണം കഴിച്ചു 2018 ലാസ്റ്റാണ്. അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതോട് കൂടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഒരുപാട് മാറി. കാരണം ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ ശരിക്കും എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ആദ്യം എൻ്റെ ലൈഫിൽ ഒരു പെണ്ണ് വന്നു, കംപ്ലീറ്റ് തകർന്നു പോയി, ഡെസ്ട്രോയ് ചെയ്തു. രണ്ടാമതൊരു പെണ്ണ് വന്നപ്പം തകർന്നതൊക്കെ അതിനേക്കാൾ 10 ഇരട്ടിയിൽ എനിക്ക് എന്തായി ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. ഈ റമദാൻ മാസത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിച്ചതിന് ഞാൻ പഠിച്ചവനോട് പറയുന്നത് നിങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തേ. റമദാൻ മാസത്തിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു സക്കാത്തായിട്ട് അത് കണ്ടാൽ മതി. ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തു. ഏതായാലും ഈ മനുഷ്യൻ ചെയ്ത ഒരു കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഈ റമദാൻ മാസത്തിൽ അവർക്കെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടോ മറ്റോ കേസ് കൊടുക്കുന്നില്ല എന്നുള്ളതും പുറത്തു കൊടുക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം പറയണത്. മാഷാ അല്ലാഹ്, അതാണൊരു നല്ല ക്വാളിറ്റി. നേരത്തെ ഇയാൾ ഇതിൻ്റെ റമദാനായിട്ട് ഈ സക്കാത്തിൻ്റെ പൈസ ഇങ്ങനെ ഓരോ ചാനൽ എന്താ പറയുക, തനിക്ക് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സക്കാത്തിൻ്റെ പൈസ കൊടുക്കുന്നു പറഞ്ഞിട്ടൊരു വീഡിയോ ഇറക്കിയിട്ട് ഭയങ്കര ട്രോളും വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ സക്കാത്ത് കൊടുക്കേണ്ടത്, അതിലൊക്കെ പല വിമർശനങ്ങളും വന്നിരുന്നു. അപ്പോഴും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ചെറിയൊരു നന്മയുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹം ഈ രീതിയിൽ അഫു കൊടുക്കാൻ, നമ്മൾ പഠിച്ചത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അപ്പോൾ ആ രീതിയിൽ മാപ്പ് കൊടുക്കാൻ ഇദ്ദേഹം തയ്യാറായി എന്നുള്ളത് തന്നെ വളരെ പോസിറ്റീവാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സത്യം പുറത്തു വരാൻ ഈ ഒരു നിമിത്തമായതിൽ നമുക്കും സന്തോഷിക്കാം. കാരണം ആ സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ആഘോഷിച്ച് വാർത്തകൾ ചെയ്തിട്ടില്ല. കാരണം അതിനൊരു മറുഭാഗം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ റമദാനിൻ്റെ അവസാനത്തെ 10 എന്തൊരു തേനാവാണ്, വിശിഷ്ടമായ രാത്രിയുള്ള ദിവസമാണ്. എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു വാചകമാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥനയുടെ അർത്ഥം അതാണ് നിങ്ങൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുന്ന നമ്മൾ റമദാൻ്റെ അവസാനത്തെ 10 നിരന്തരം നിസ്കാരശേഷം ചൊല്ലുന്ന ഈ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്നതാണ് ചോദ്യം. ആ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.